ആക്കിയിരിക്കുന്ന സ്ഥലമാണ് യെരുശലേം. तुझे जहां पर रखा है वो है जगह यरूशलेम. അവിടെ ആളുകള് ആരുമില്ലെങ്കിലും നിനക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും. अगर वहां पर कोई भी ना हो तो भी तू वहां पर विजय हो सकता है. ആത്മശക്തി പ്രയോഗിച്ചാൽ ലോകത്തിൽ എന്തിനേയും മാറ്റിമറിക്കാൻ കഴിയുമോ? तेरे अंदर अगर आत्मा की शक्ति है तो दुनिया में किसी भी चीज को उल्टा पुल्टा करके रख सकता है. അതുകൊണ്ടാണ് ഉയരത്തിലെ ശക്തി നിങ്ങൾ പ്രാപിക്കണമെന്ന് പറഞ്ഞത്. इसलिए प्रभु ने कहा पहले तुम ऊपर की शक्ति को प्राप्त करो. ഭൂമിയിൽ ശക്തിയുണ്ട്. भूमि में शक्ति है. ആ ശക്തി ഇതിന് പ്രയോഗിക്കാൻ സാധ്യമല്ല. इस शक्ति को हम इसके लिए उपयोग नहीं कर सकते. ലോകത്തിൽ ആവറേജ് 200-ൽ താഴെയാണ് സഭകളിൽ ആളുകളുള്ളത്. सब दुनिया में देखा जा सकता है कि कम से कम 200 कलीसिया से भी कम है जहां पर लोग हैं. 90% ആൾക്കാര് ഒരാളെ നേടുന്നില്ല. 90% जो लोग हैं नए लोगों को मसीह में नहीं लेकर आते. നമുക്ക് ഏതാണ്ട് 3000 ലോക്കൽ സഭകളുണ്ട്. हमें कम से कम 3000 स्थानीय कलीसिया हैं. ആവറേജ് 50 പേര് വെച്ചാൽ 1.5 ലക്ഷം പേര് വരും. अगर कम से कम 50 लोगों की संख्या रखा जाए तो 1.5 लाख लोगों की അല്ല जनसंख्या है. പോട്ടെ, അതിലൊക്കെ കൂടുതൽ കാണുമായിരിക്കും. शायद उससे भी ज्यादा होगा. എന്നാൽ परंतु നീ ആ സ്ഥലം പിടിക്കുന്നുണ്ടെന്നുള്ളതാണ് വിഷയം. परंतु तू उस कली जगह को किस प्रकार कब्जा करता है वो बहुत बड़ा विषय है. എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? किस लिए तू उसे कब्जा नहीं कर पाता? കുമ്പനാട്ട ഈ വേല വിജയിക്കുള്ളൂ? क्या कुंभनाट में ही ये सेवा विजय होता है? അല്ല വടക്കേ ഇന്ത്യയിൽ വിജയിക്കല്ലേ? क्या ये उत्तर भारत में विजय नहीं होगा? ഏത് മരുഭൂമിയിലും ഈ വേല വിജയിക്കും. किसी भी मरुभूमि में ये जो सेवकाई है विजय होगा. ജീവജലത്തിന്റെ നദികളാണ് നിന്നിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. तेरे अंदर के जीवन से जीवन के जल की नदियां बह निकलती है. വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നതിന്റെ തെളിവ് നിന്റെ സഭയിൽ ആളുണ്ടെന്നാ എന്റെ നോട്ടം. ओ मेरे अनुसार आपके कलीसिया में व्यापार का लाभ तभी होता है जब आप नई आत्माओं को जीतते हैं. കഴിഞ്ഞ കൊല്ലം എത്ര പേര് സ്നാനപ്പെട്ടു? पिछले साल कितने लोगों ने बपतिस्मा लिया? എത്ര പേര് എന്തുമാത്രം വളർച്ച നിനക്കുണ്ടായി? कितने लोगों की जनसंख्या की बढ़ोतरी आपके कलीसिया में हुई? അതാണ് നമ്മൾ അളന്നു നോക്കേണ്ടത്. वही सबसे पहले हमें देखना है. നിന്റെ വേല എഫക്റ്റീവ് ആയിരുന്നോ? क्या आपका कार्य प्रभावशाली था? ഹല്ലേലൂയ, हालेलुया. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की महिमा हो. ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ആ ഒരു കാര്യമാണ്. सबसे ज्यादा चिंता करने वाला एक विषय है. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की महिमा हो. അതിന് ഈസി ആയിട്ട് അങ്ങനെ ആത്മാക്കൾ വരുവാൻ സാധ്യമല്ല. ऐसे ही आसानी से हम आत्माओं को जीत नहीं सकते. ആത്മാക്കൾ സഭയിലേക്ക് വരണമെങ്കിൽ अगर आत्माएं कलीसिया में आना है तो നാം ആദ്യമേ കേട്ടതുപോലെ പ്രാർത്ഥനാ മുറിയിൽ ശക്തന്മാരായെങ്കിലേ ആത്മാക്കൾ വരികയുള്ളൂ. जैसे हमने पहले सुना कि प्रार्थना के कक्ष में अगर हम शक्तिमत होंगे तभी आत्माओं को जीत सकते हैं. പ്രേയർ റൂം ഈസ് യുവർ പെന്റഗോൺ. അമേരിക്കയുടെ യുദ്ധം നടത്തുന്ന സ്ഥലം പെന്റഗോൺ ആണ്. ओ अमेरिका में जहां से कार्य किया जाता है युद्ध के लिए उसे पेंटागन करके जाना जाता है. आपका कार्य का जगह है आपका प्रार्थना का कक्ष. ഒരു വിശ്വാസിയുടെ പെന്റഗൺ അല്ലെ യുദ്ധം നടത്തുന്ന സ്ഥലം പ്രാർത്ഥനാ മുറിയാണ്. तो एक विश्वासी के युद्ध का केंद्र उसका प्रार्थना का कक्ष है. പ്രാർത്ഥന എന്ത് ചെയ്യുന്നുവെന്ന് നാം കേട്ടു. हमने सुना कि प्रार्थना के द्वारा क्या क्या होता है. നമ്മുടെ എതിർ ശക്തികളെ ബന്ധിച്ചു കളയുന്നതാണ് പ്രാർത്ഥന. हमारे विरोध में आने वाली शक्ति को बांधने वाली शक्ति है प्रार्थना की शक्ति. ഹല്ലേലൂയ, हालेलुया. നിന്റെ സഭയ്ക്കെതിരായി അംഗങ്ങൾക്കെതിരായി വ്യക്തികൾക്കെതിരെ പോരാടുന്ന ശക്തികളെ ബൈൻഡ് ചെയ്യുന്ന പവറാണ് പ്രാർത്ഥന. प्रार्थना की शक्ति का मतलब है आपके विरोध में आपके कलीसिया के विरोध में आपके कलीसिया के लोग में विरोध में काम करने वाली शक्ति को बांधना है. പെന്തിക്കോസുകാരുടെ ഭാഷയാ കെട്ടുക പെന്തന ഉണ്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഭാഷയാ. അതിനൊന്നും തെറ്റൊന്നുമില്ല. നിനക്ക് കെട്ടാൻ പറ്റിയാലേ ആ കാര്യം പറഞ്ഞേച്ചാ മതി, മറ്റേ കാര്യമൊന്നും പറയണ്ട. ओ पेंटिकोस्टल लोगों के साधारण शब्द में भाषा में बोला जाए बांधना या बंधन. अगर तुझसे बांधा नहीं जाता तो इतना ही कह दे. നീ കെട്ടിയാൽ കെട്ടപ്പെടും. अगर तू बांधेगा तो बांधा जाएगा. നീ അഴിച്ചാൽ അഴിക്കപ്പെടും. अगर खोलेगा तो खुल जाएगा. സകല അധികാരവും എനിക്ക് നൽകിയതുപോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. यीशु मसीह ने कहा जैसे सारा अधिकार मुझे मिला गया है मैं तुम्हें भी देता हूं. ആ അധികാരത്തെ ഉപയോഗിക്കുന്നില്ല. उस अधिकार को तुम उपयोग क्यों नहीं करते? ഏത് വലിയ ശക്തിയെയും തകർക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. किसी भी बड़ी शक्ति को अगर नष्ट करना है प्रार्थना के द्वारा हो सकता है. അഡോൾഫ് ഹിറ്റ്ലർ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് एडोल्फ हिटलर जब दूसरे विश्व युद्ध के समय में ഫ്രാൻസിന്റെ തീരത്ത് നിന്ന് കൈ ചൂണ്ടിക്കൊണ്ട് फ्रांस के उस खाड़ी के क्षेत्र में जब उसने अपनी उंगली को उठाकर कहा ഇംഗ്ലണ്ടിൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഞാൻ കാപ്പി കുടിക്കുമെന്ന്
തന്റെ കൂടെ നിന്ന് ഹിംലറിനോട് താൻ പറഞ്ഞു. उन्होंने अपने दोस्त से कहा कि मैं इंग्लैंड में जाकर वहां पर कॉफी या चाय पीऊंगा. കിങ് ജോർജ് ആറാമൻ എന്ന ചക്രവർത്തിയാണ്. हिटलर एक बहुत बड़ा चक्रवर्ती था. അദ്ദേഹം സാമ്രാജ്യത്തോട് ആഹ്വാനം ചെയ്തു. ब्रिटन मुटुकुത്താൻ പറഞ്ഞു. उन्होंने कहा, अपने साम्राज्य से कहा कि ब्रिटेन के लोग अपने घुटने टेक दे. ആ ഡിക്ലറേഷന്റെ പേപ്പർ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. उनका जो ये पेपर जो जिस शब्द है वो मेरे पास अभी भी है. അതേ സാമ്രാജ്യം മുഴുവൻ മുട്ടുകുത്തി. उनका सारा साम्राज्य ने उनके सामने घुटने टेक दिए. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറിന്റെ ബുദ്ധിക്ക് മാറ്റം വന്നു. 2 दिन के बाद हिटलर के बुद्धि में फर्क आ गया, बदलाव आ गया. ഇപ്പൊ പിടിക്കേണ്ട റഷ്യയെ പോയിച്ച് വരാവുന്ന ഒരു തീരുമാനം. उन्होंने ये निर्णय लिया, अभी ब्रिटेन को पकड़ने की जरूरत नहीं, रशिया में जाकर आएंगे. അത് അവന്റെ അവസാനത്തെ പോക്കായിരുന്നു. അതിനോടെ അവൻ തീർന്നു. അവിടെ वो उसकी अंतिम यात्रा थी, उसी के साथ उसकी मौत हो गई. ബെർലിനിലെ ഒരു ബങ്കറിൽ അവൻ ആത്മഹത്യ ചെയ്തു. बर्लिन के एक बंकर में उसने आत्महत्या कर लिया. അതെ, ബ്രിട്ടീഷ് സൈന്യം ജയിച്ചു. ब्रिटिश सेना जयवंत हो गई. ബോംബ് കൊണ്ടല്ല, ടാങ്ക് കൊണ്ടല്ല, ഈ സാമ്രാജ്യം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ യുദ്ധം മാറിപ്പോയി. बॉम्ब के द्वारा नहीं, टैंक के द्वारा नहीं, हथियार के द्वारा नहीं, ये साम्राज्य ने जब प्रार्थना किया, प्रार्थना के द्वारा इन्हें विजय അവന്റെ मिला. ആലോചനയെ ദൈവം വ്യർത്ഥമാക്കി കളഞ്ഞു. परमेश्वर ने उसके योजना को निष्फल कर दिया है. ഹല്ലേലൂയ. हालेलुया. ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ അഹിത്തോഫെലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കിയ ദൈവം നമുക്കായിട്ട് ഇന്നുമുണ്ട്. दाऊद ने जब प्रार्थना किया, अहीतोफेल की योजना को परमेश्वर ने निष्फल कर दिया. वो परमेश्वर हमारे लिए आज भी जीवित है. പ്രാർത്ഥന എന്ന മാരക ആ വലിയ ശക്തി നീ ഉപയോഗിക്കാമെങ്കിൽ प्रार्थना की वो बड़ी शक्ति को हम उपयोग करते हैं तो സാത്താന് ശക്തിയിൽ ബന്ധിക്കപ്പെടും. शैतान की शक्तियों को बांध सकते हैं. ഹല്ലേലൂയ. हालेलुया. സഭയ്ക്കെതിരായി വരുന്ന, कलीसिया के विरोध में आने वाले, വ്യക്തികൾക്കെതിരെ വരുന്ന व्यक्तियों के विरोध में आने ആ वाले, ശക്തിയാണ് പ്രാർത്ഥന. वो शक्ति को कहते प्रार्थना. അതിനെക്കുറിച്ച് വളരെ പറയാനുണ്ട്. उसके लिए बताने के लिए बहुत कुछ है. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. मैं उसकी ओर जाना नहीं चाहता. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, इफिसियों की पत्री में इस प्रकार से पढ़ा जाता है, നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളല്ല, हमारा जो युद्ध है ये शरीर के या इस दुनिया के संसार के हाकिमों से नहीं है. അത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. परंतु प्रधानों से, अधिकारियों से, इन संसार के अंधकार के हाकिमों से है. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുക്കുക. इसलिए बुरे दिन का सामना करने के लिए परमेश्वर के सारे हथियार बांध लो. ഹല്ലേലൂയ. हालेलुया. അതേ, സത്യം നിങ്ങളുടെ അരക്കി കെട്ടിയും सत्य को अपने कमर में कसकर, നീതി എന്ന കവചം ധരിച്ചും धार्मिकता की झिलम पहनकर, സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി, पावों में मेल के सुसमाचार की जूती पहनकर, അത് വിശ്വാസം എന്ന പരിചയം, विश्वास की ढाल लेकर, അത് രക്ഷ എന്ന ശിരസ്ത്രവും, उद्धार का टोप, ദൈവവചനമാകുന്ന വാളും, आत्मा की तलवार जो परमेश्वर का वचन है, 6 ആയുധം ധരിക്കണം. 6 प्रकार के हथियार हमें इस्तेमाल करना है. അതെന്തിനാന്ന് ചോദിച്ചാൽ പ്രാർത്ഥനാ മുറി പോകുന്നതിന് മുമ്പ് ആമേൻ. ഈ 6 ആയുധവുമായിട്ടേ പോകാവുള്ളൂ. प्रार्थना के कक्ष में जाने से पहले ये 6 हथियार को लेकर जाएं. ഈ ആയുധം ധരിക്കാതെ പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിച്ചാൽ ആമേൻ. പ്രാർത്ഥന എഫക്റ്റ് ചെയ്യല. अगर ये हथियार के बगैर आप प्रार्थना करने जाए, आपकी प्रार्थना प्रभावशाली नहीं होगी. എഫേസസ് പട്ടണം ദുർനടപ്പിന്റെ പട്ടണമായിരുന്നു. इफिसियों के शहर में देखा जा सके बहुत बड़ा दुष्टता से भरा हुआ शहर था. അവിടെ വേശ്യമാര് താമസിച്ചിരുന്ന ദേവാലയമായിരുന്നു. वहां पर एक बहुत बड़ा मंदिर था जहां पर वेश्याएं लोग रहती थी. അവിടെയാണ് പൗലോസ് പ്രസംഗിച്ചത്. पर पौलुस ने प्रचार किया. അവർ മദ്യപാനികളായിരുന്നു. वहां पर वो लोग शराब पीने वाले അതുകൊണ്ട് थे. പിന്നീട് എഴുതി വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. और वहां पर लिखा है कि तुम ज्यादा मदिरा पीकर मतवाले ना बनो. എന്നാൽ അവർ കർത്താവിന്റെ ഭാഗത്ത് വന്നപ്പോൾ परंतु जब वो प्रभु के पास आए, അതെ ഇങ്ങനെ പറഞ്ഞു, उन लोगों ने इस प्रकार कहा, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിക്കോണം. तुम्हारे सत्य की कमर को अपने कमर में कसना है. അതെ, നിങ്ങളുടെ ബ്രസ്റ്റ്, या तुम्हारी छाती जो है, ആ നിങ്ങളുടെ അരയും അതെ നിങ്ങളുടെ മാറും പ്രൊട്ടക്ട് ചെയ്തോണം. तुम्हारे कमर को और अपने छाती को हमेशा सुरक्षित रखना. ദുർനടപ്പിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന 2 ഘടകങ്ങളാണ് ആ ഭാഗങ്ങൾ. दुर्मार्ग में या दुष्टता के मार्ग में जाने वाले लोगों को भयभीत करने वाला है. അതുകൊണ്ടാണ് അരയ്ക്ക് സത്യം കെട്ടണമെന്ന് പറഞ്ഞത്. इसलिए लिखा गया है सत्य को अपनी कमर में कस लो. വേറൊന്നാണ് മാർവ്. दूसरा है झिलम पहन लो. അവിടെ സത്യത്തിന് അത് നീതി എന്ന കവചം ധരിക്കണം. सत्य का झिलम को अपने छाती में पहन लो. തെറ്റായ ചിന്തകളിൽ നിന്നും തെറ്റായ ജീവിതത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നതായ ബെൽറ്റും
ഈ ബ്രസ്റ്റ് പ്ലേറ്റ് നീ ധരിച്ചിരിക്കണം. गलत चिंताओं से, गलत बातों से आपको छुटकारा देने वाला है सत्य से कमर को कसना और अपने छाती में झिलम पहनना. അടുത്തത് നീ ദൈവാലോചനയിൽ നിന്റെ ചലനം സുവിശേഷത്തിന് വേണ്ടി ദൈവാലോചന പ്രകാരമായിരിക്കണം. परमेश्वर की सेवा के लिए तेरा काम मेल के सुसमाचार की तैयारी के जूते के साथ होना जरूरी है. വിശ്വാസം എന്ന പരിചയം എടുക്കണം. उसके बाद विश्वास की ढाल को लेकर, വിശ്വാസം എന്ന പരിചയം ഏറ്റുപറച്ചിലാണ്. ദൈവത്തിന്റെ വചനം ഏറ്റുപറയുന്നതാണ് വിശ്വാസം എന്ന പരിചയം. परमेश्वर के वचन को हम दोहराते हैं उसे कहते हैं विश्वास की ढाल को लेना. ദൈവവചനം എന്ന വാളെടുക്കണം. परमेश्वर के वचन का वो तलवार को ले लेना है. ഈ ആയുധങ്ങൾ ധരിച്ചോടണം പ്രാർത്ഥനാ മുറിയിൽ കമാൻഡറോട് ചോദിക്കാനായിട്ട് പോകാൻ. ये सब हथियारों को अपने शरीर में पहनकर प्रार्थना के कमांडर के पास जाने से पहले ये सब हथियारों को पहनना है. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും किसी भी समय में आत्मा में प्रार्थना कर അതിനായി ജാഗരിച്ചുകൊണ്ട് उसी लिए जागते रहते हुए ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हमारे लिए प्रार्थना करना है. പ്രാർത്ഥനാ സ്വഭാവം നമുക്കുണ്ടാകണം. प्रार्थना का स्वभाव हमारे जीवन में അവിടെയാണ് കർത്താവ് നിനക്ക് കമാൻഡ് തരുന്നത്. तभी परमेश्वर हमारे पास कमांड देगा. ഹല്ലേലൂയ. हालेलुया. ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണ്? भारत में सुसमाचार का प्रचार का काम इसीलिए नहीं होता. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മനുഷ്യൻ സമയം വേർതിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. लोग प्रार्थना के लिए अपने समय को नहीं निकालते. പ്രാർത്ഥന എതിർ ശക്തികളെ ബന്ധിച്ചു കളയുന്നു. प्रार्थना हमारे विपरीत में आने वाली शक्तियों को बांध देती है. പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ നിനക്ക് കൊണ്ടുവരുന്നു. पवित्र आत्मा की संगति को आपके साथ लेकर आती है. അത് സഭയിൽ കൃപാവരങ്ങളെ കൊണ്ടുവരുന്നു. कलीसिया में परमेश्वर के अलग अलग प्रकार के वरदानों को लेकर आती है. പ്രാർത്ഥന പോരാട്ടമാണ്. പ്രാർത്ഥന പോരാട്ടമാണ്. प्रार्थना एक बहुत बड़ा युद्ध है. ഹല്ലേലൂയ. हालेलुया. അത് മൽപിടുത്തമാണ്. वो मल्ल युद्ध है. അത് കരച്ചിലാണ്. वो एक बहुत बड़ा रोना है. ഹല്ലേലൂയ. हालेलुया. കൂടുതൽ സമയങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ചെലവഴിക്കുന്നവർക്ക് ज्यादा समय जो प्रार्थना के कक्ष में समय बिताते हैं അവിടെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. बहुत सारा अनुग्रह उनके जीवन में आता है. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. अगर हम प्रेरितों के काम उसके പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. अगर हम प्रेरितों के काम उसके 14 अध्याय में इस तरह पढ़े, അവർ പ്രാർത്ഥിക്കും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ जब वो प्रार्थना और उपवास कर रहे थे, ശൗലിനെയും ബർന്നബാസിനെയും വേലയ്ക്കായി വേർതിരിപ്പിരുന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. परमेश्वर के पवित्र आत्मा ने जब शाऊल और बरनबास को सेवकाई के लिए अलग किया, അത് പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. वो एक प्रार्थना करने वाली कलीसिया थी. അത് ഉപവസിക്കുന്ന സഭയായിരുന്നു. उपवास करने वाली कलीसिया थी. അത് മിഷണറിമാരെ അയക്കുന്ന സഭയായിരുന്നു. मिशनरी लोगों को भेजने वाली एक कलीसिया थी. അവര് ദൈവ ആത്മാവിന് കീഴ്പ്പെടുന്നവരായിരുന്നു. वो परमेश्वर के आत्मा के अधीन में रहने वाले लोग थे. ആത്മാവിന്റെ സഹായം കൂടാതെ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. आत्मा के सहायता के बगैर वो कुछ भी नहीं कर सकते. പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. इसलिए परमेश्वर का आत्मा हमें प्रेरित करना है कि प्रार्थना के कक्ष में जाएं. Praise the Lord. हालेलुया. ഇൻഡെഫിനിറ്റ് ആയ ഒരു പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കുകയില്ല. अगर हम सही रूप से प्रार्थना नहीं करते तो परमेश्वर हमारी प्रार्थनाओं को स्वीकार नहीं करता. ഭൗതിക മണ്ഡലത്തിൽ പണം എങ്ങനെയോ जैसे हम इस दुनिया में रहते हैं, हमारे लिए धन चाहिए, ആത്മീയ മണ്ഡലത്തിൽ വിശ്വാസമാണ് അതിന് പകരം. इसलिए आत्मिक क्षेत्र में हमें विश्वास जरूरी है. എനിക്ക് 10 ലക്ഷം രൂപയുടെ വണ്ടി വേണമെങ്കിൽ अगर मुझे 10 लाख रुपए की गाड़ी चाहिए तो 10 ലക്ഷം രൂപ കൊടുക്കുമ്പോഴേ വണ്ടി എനിക്ക് കിട്ടുള്ളൂ. 10 लाख रुपए जब मैं दूंगा तभी मुझे गाड़ी मिलेगी. എന്റെ കയ്യിലിരിക്കുന്ന പണം അവർക്ക് കൊടുക്കണം. मेरे पास जो पैसा है उन्हें दूंगा, അപ്പോൾ എനിക്ക് വണ്ടി തരും. तभी मुझे गाड़ी देंगे. അതുപോലെ वैसे ही ആത്മീയ ഗോളത്തിൽ എന്തുമാത്രം വിശ്വാസം നിനക്ക് കൊടുക്കാൻ കഴിയുമോ अगर आत्मिक क्षेत्र में जितना विश्वास आप दे पाएंगे, അതിന്റെ അളവനുസരിച്ച് സാധനങ്ങൾ തിരിച്ചെടുക്കാൻ കൊള്ളൂ. उसी प्रकार से आप वस्तुओं को अपने पास ले लेंगे. പ്രാർത്ഥിച്ചാൽ തന്നെ പോരാ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. प्रार्थना करना इतना ही काफी नहीं, विश्वास के द्वारा प्रार्थना, വലിയ എക്സ്പെക്ടേഷനിൽ പ്രാർത്ഥിക്കണം. बड़ी अपेक्षा के साथ प्रार्थना करना है. പ്രാർത്ഥന വിശ്വാസമുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ. प्रार्थना विश्वास के द्वारा है, तभी इन सब बातों को हम कर सकते हैं. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ परमेश्वर के पास आने वाला, അതെ ദൈവമുണ്ട് എന്നും परमेश्वर है करके അതെ വിശ്വസിക്കേണ്ടതാണ്. विश्वास करना जरूरी है. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. बिना विश्वास के कोई भी व्यक्ति परमेश्वर को प्रसन्न नहीं कर सकता. അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. वो हमें देखी अनदेखी वस्तुओं का निश्चय है. ഒന്നാമത് നിന്റെ ഹൃദയത്തിൽ ഒരു ചിത്രമായി കയറണം. सबसे पहले हमारे हृदय
हृदयों में एक चित्र होना जरूरी है। ആ ചിത്രമാണ് പിന്നെ ആക്ച്വലൈസ് ചെയ്യുന്നത്. वो चित्र को आप अपने जीवन में कार्य में लेकर आना है। അതെ, വിഷ്വലൈസ്, പ്രേയറൈസ്, ആക്ച്വലൈസ് എന്ന് പറയും. ओ जो हम दर्शन में प्रार्थना करते हैं वो आत्मिक रूप से वैसे ही हो जाता है। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ കാര്യം സാധിക്കുകയുള്ളൂ. ऐसे हम करेंगे तभी वो कार्य को कर पाएंगे। പതിനായിരങ്ങളുടെ സഭ ദർശിക്കുന്നവനെ പതിനായിരങ്ങളുടെ സഭയുണ്ടാവുള്ളൂ. वो 10,000 लोगों की कलीसिया का दर्शन रखने वाले के पास ही 10,000 लोगों की कलीसिया होगी। നീ എന്ത് കാണുന്നു അതേ നിനക്ക് ഭവിക്കുള്ളൂ. जो कुछ भी आप देखते हैं आपके जीवन में वैसे ही घटेगा।